കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദൈവമെന്നും അവൻ ജീവിക്കുന്ന ദൈവമെന്നും യേശു ജീവിക്കുന്നതുകൊണ്ട് നമ്മളും ജീവിക്കുന്നു എന്നുള്ളത് അടിയുറച്ച് വിശ്വസിക്കാൻ മാത്രമല്ല അതിനെ ഏറ്റു പറഞ്ഞുകൊണ്ട് ജീവിച്ച മനുഷ്യനായിരുന്നു ചാർലി കിർക്ക്. Resurrection is the pinpoint of my belief that Jesus did rise from the grave so that we may live. ചാർലി ഒരിക്കലും ഒരു ചർച്ച് പാസ്റ്റർ ആയിരുന്നില്ല, ഒരു പ്രീച്ചർ ആയിരുന്നില്ല, ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നില്ല. സാധാരണ ഒരു വിശ്വാസി. 18ാമത്തെ വയസ്സ് തുടങ്ങി യേശുവിനെ പ്രസംഗിച്ചു. ടേണിംഗ് പോയിന്റ് USA എന്ന തന്റെ മിഷനെ മുൻപിൽ നിർത്തിക്കൊണ്ടും വചനത്തെ അടിസ്ഥാനമാക്കി ക്രിസ്ത്യൻ രാജ്യമായിരുന്ന അമേരിക്കയെ അതിന്റെ മൂല്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടുകൂടി വചനം നന്നായി പ്രസംഗിച്ചവൻ. എവിടെയെല്ലാം വചനത്തെ പ്രസംഗിച്ചോ അവിടെയെല്ലാം യേശുവിനെ ഉയർത്തി കാണിക്കുക. യേശു ജീവിക്കുന്ന ദൈവമെന്നും അവൻ ഉയർത്തെഴുന്നേറ്റ ദൈവമെന്നും അവൻ ജീവിച്ചിരിക്കുന്ന ദൈവമെന്നും യേശു ജീവിക്കുന്നതുകൊണ്ട് നമ്മളും ജീവിക്കുന്നുവെന്ന് അടിയുറച്ച് വിശ്വസിക്കുക മാത്രമല്ല അതിനെ മറ്റുള്ളവരിലേക്ക് ആ വിശ്വാസത്തെ പകർന്നു കൊടുത്ത ഒരു ഭക്തനായിരുന്നു ചാർലി കിർക്ക്. എന്നാൽ നമ്മളെ അതിശയിപ്പിക്കുന്ന അതൊന്നുമല്ല. ജീവിച്ചിരുന്ന ചാർലി ചെയ്തതിനേക്കാളും 10 മടങ്ങ് ഇപ്പോൾ മരിച്ചുപോയ ചാർലി തൻ്റെ വാക്കുകളിലൂടെ തൻ്റെ പ്രസൻസിലൂടെ പല കാര്യങ്ങളും മറ്റുള്ള പ്രത്യേകിച്ചും യവനക്കാരിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നു. അനേകർ അവർ ചാർലിയുടെ വാക്കുകൾ കേട്ട് അല്ലെങ്കിൽ ആ ജീവിതം സ്വാധീനിച്ച് എത്രമാത്രം തങ്ങളുടെ ജീവിതത്തെ മാറ്റിയെടുത്തുള്ള അനേകരുടെ സാക്ഷ്യമാണ് ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. ചാർലിയുടെ ജീവിതത്തെക്കുറിച്ച് കേട്ട് സ്വാധീനിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന JD വാൻസ്. താൻ ഇന്നു മുതൽ നല്ലൊരു ഭർത്താവായിരിക്കുമെന്നും നല്ലൊരു പിതാവായിരിക്കുമെന്ന് തീരുമാനമെടുത്ത് തൻ്റെ വാക്കുകൾ അറിയിച്ചു. I took from that moment that I needed to be a better husband and I needed to be a better father. മറ്റൊരു വ്യക്തി പറഞ്ഞത് ഇങ്ങനെയാണ്: എന്ത് കണ്ടാലും അതിനോട് പ്രതികരിക്കുന്ന സ്വഭാവമാണ് എനിക്കുള്ളത്. എന്നാൽ ഇതിലൊക്കെ സംഭവിച്ചിട്ടും ക്രിസ്ത്യാനികൾ അവർ സൂക്ഷിക്കുന്ന സമാധാനം, ഒന്നിനോടും പ്രതികരിക്കാതെ അവർ തന്നെ സൂക്ഷിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇതിനോട് ആകർഷണം തോന്നി. അങ്ങനെ ഞാൻ ചെന്ന് ബൈബിൾ എടുത്തു. ഇയ്യോബ് 6-ാം അധ്യായം എടുത്തു വെച്ച് വായിച്ചു. When I opened up this Bible that I purchased today, the first verse that I saw was Job 6:2. മറ്റൊരു പെൺകുട്ടി തൻ്റെ അനുഭവം പറഞ്ഞത് ഇങ്ങനെയാണ്: യേശു ആരാണെന്നോ ക്രിസ്ത്യാനികൾ ആരാണെന്നോ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എൻ്റെ ഇൻലോസും എൻ്റെ ഭർത്താവും എന്നെ ക്രിസ്ത്യാനിയാകാൻ ഒത്തിരി നോക്കിയിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും ഞാൻ അവരുടെ ഇഷ്ടത്തിന് നിന്ന് കൊടുത്തിട്ടില്ല. അവർ പറയുന്നത് മനസ്സിലാക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. എന്നാൽ ചാർലിയുടെ വാദ ദിവസം തുടങ്ങി ഞാൻ അറിയാതെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ബൈബിൾ കൈകൊണ്ട് എടുത്തു വെച്ച് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ആദ്യത്തെ വചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു: സത്യം നിങ്ങളെ അറിയിക്കുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അതെന്നെ വല്ലാതെ മാറ്റിമറിച്ചു. ഇന്നു മുതൽ ഞാൻ ക്രിസ്തുവിലായിരിക്കുന്നു എന്നുള്ളത് എനിക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും. For the very first time yesterday, I grabbed the Bible. I don't know what I'm looking for in the Bible. I don't know why I felt like I needed to grab the Bible. But I grabbed my husband's Bible. And the page that I opened up to was the verse, John 8:32. And it said, then you will know the truth, and the truth will set you free. മറ്റൊരു സഹോദരൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാനിട്ടിരിക്കുന്ന ഈ സൂട്ട് എൻ്റെ ഭാര്യ എനിക്ക് വാങ്ങിച്ചു തന്നാണ്. $300 ആയതിന്. ഒരിക്കൽ പോലും ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ഞാൻ ഇതുവരെയും അത് ചെയ്തിരുന്നില്ല. എന്നാൽ ചാർലിയുടെ വധത്തോടുകൂടി ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഈ സൂട്ടിട്ട് ഞാൻ സഭയിൽ പോകും. അത് ഞാൻ ദൈവത്തെ മാനിക്കും. നല്ലൊരു ഭർത്താവായി നല്ലൊരു പിതാവായി ഞാൻ ഇനിയും ജീവിക്കും. എൻ്റെ കുടുംബം അത് അർഹിക്കും. Going to try to be a better father, husband and leader for my family. ഒരു പാസ്റ്റർ തങ്ങളുടെ സഭയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ മറ്റൊന്നും അംഗീകരിച്ചില്ലെങ്കിലും സമ്മതിച്ചില്ലെങ്കിലും ശരി, ചാർലിയുടെ ദൈവത്തെ കർത്താവായ യേശു ക്രിസ്തുവിനെ തങ്ങളുടെ ദൈവമായി അംഗീകരിക്കുക എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. I beg you to consider his God, the Lord Jesus Christ. ചാർലിയെ ആദരിച്ചുകൊണ്ട് 15 വർഷത്തിന് ശേഷം തൻ്റെ വാക്കുകൾ കേട്ട് ചർച്ചിലേക്ക് തൻ്റെ കുഞ്ഞുമായി കടന്നു പോകുന്ന സഹോദരനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനമായി ഒരു ബാലകൻ്റെ സാക്ഷ്യം. 2 വർഷമായി ഞാൻ നിന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. 1 വർഷത്തിന് മുമ്പേ ഞാൻ എൻ്റെ ജീവിതം യേശുവിനെ സമർപ്പിച്ചു. എനിക്കിപ്പോൾ 14 വയസ്സുണ്ട്. ഞാൻ ഹൈസ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ചോദ്യം, വീഴാതെ വേണം നമുക്ക് എങ്ങനെ നമ്മളെ തന്നെ സൂക്ഷിക്കുവാൻ കഴിയും? എനിക്ക് എങ്ങനെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും? അതിന് ചാർലി കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു: Number 1, you gave your life to Christ. So you have a spirit of courage, not of fear. You have the Holy Spirit with you. Read your Bible every single day. Do what the Bible tells you to do. That's number 2. And then number 3, tell people what the Bible says. That's it. ചാർലി പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മളെ തന്നെ വീഴാതെ വണ്ണം സൂക്ഷിക്കണമെങ്കിൽ ദൈവവചനം എല്ലാ ദിവസവും മുടങ്ങാതെ വായിക്കുക. 2, വായിക്കുന്ന വചനം നാം അനുസരിക്കുക. 3, വായിക്കുന്ന വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. Read your Bible every single day. Do what the Bible tells you to do, and then tell other people what the Bible says. ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ടാലും തൻ്റെ വിശ്വാസത്തിന് വേണ്ടിയുള്ള ധൈര്യമാണ് ഈ ലോകം ഓർത്തിരിക്കണമെന്ന് ആഗ്രഹിച്ച ഭക്തൻ. ആ ധൈര്യത്തിന് വേണ്ടി നിന്നു. ആ ധൈര്യത്തോടെ സംസാരിച്ചു. ആ ധൈര്യത്തോടെ യേശുവിനെ ഉയർത്തി. ആ ധൈര്യത്തിൽ ജീവിതം യേശുവിൽ സമർപ്പിച്ച ഭക്തൻ ചാർലി കിർക്ക്. You can't kill a Christian. You can only change his address. That's all you can do.
ഭക്തനായ ബില്ലി ഗ്രഹാം പറഞ്ഞ വാക്കുകളാണത്. ഒരു ക്രിസ്ത്യാനി മരണപ്പെടുന്നതോടുകൂടി അവൻ്റെ ജീവൻ നഷ്ടമാകുന്നില്ല, മറിച്ച് അവൻ്റെ അഡ്രസ്സിന് മാറ്റം വരുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ.